نحمده ونصلي على رسوله الكريم أما بعد فقال الله تعالى في القرآن المجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قاتلوا المشركين كافة كما يقاتلونكم كافة صدق الله العظيم. ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദന്മാർ, സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള മുതഅല്ലിം സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആശയ സംവാദങ്ങൾ കൊണ്ടോ ദാർശനിക ഡിബേറ്റുകൾ കൊണ്ടോ ഇസ്ലാം എന്ന ആഗോള ദർശനത്തെ തോൽപ്പിക്കാനോ തേജോവധം ചെയ്യാനോ സാധിക്കില്ലെന്ന ബോധ്യത്തിൽ നിന്നാണ് ഓറിയന്റലിസ്റ്റുകളും അവരെ നിയന്ത്രിക്കുന്ന പാശ്ചാത്യ പൗരസ്ത്യ ഇസ്ലാം വിരുദ്ധ ശക്തികളും നട്ടാൽ മുളയ്ക്കാത്തതും തികച്ചും വാസ്തവവിരുദ്ധവുമായ ആരോപണങ്ങളും നുണകളും പല നൂറ്റാണ്ടുകൾ കഴിഞ്ഞ ശേഷം പിന്നെയും പടച്ചുവിടുന്നത്. ഇസ്ലാമിനെതിരായ ഭീകരാരോപണം അവയിൽ പ്രധാനപ്പെട്ടതായിരുന്നു. ലോക ചരിത്രത്തിൽ അവർ ചെയ്തു കൂട്ടിയ കൊലകളും അതിക്രമങ്ങളും മറിച്ചു വെക്കാനും തടഞ്ഞു നിർത്താനാകാത്ത ഇസ്ലാമിലേക്കുള്ള കുത്തൊഴുക്കിനെ പ്രതിരോധിക്കാനും ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു ഈ ആരോപണശരങ്ങൾ. 11-ാം നൂറ്റാണ്ട് മുതൽ തുടങ്ങിയതാണ് ഇസ്ലാമിനെ ഭീകരതയുമായി ബന്ധിപ്പിച്ചുള്ള ഈ ആരോപണങ്ങൾ. ചരിത്രശകലങ്ങൾ പരിധി പിന്നോട്ട് പോകുമ്പോൾ 1905 പോപ്പ് അർബൻ ക്രൂയിസൈഡിനായി വിളിച്ചു ചേർത്ത യോഗത്തിൽ മുസ്ലിമീങ്ങൾ ക്രൂരരാണെന്നും ഇസ്ലാം രക്തവിഭാസിയായ മതമാണെന്നും പ്രസ്താവിച്ചതായി കാണാം. പിന്നീട് ഫ്രഞ്ച് ബ്രിട്ടീഷ് കൊളോണിയൻ ശക്തികൾ മുസ്ലിം ലോകത്തെ അടിച്ചമർത്തുന്നതിനായി മുസ്ലിം ജിഹാദി പ്രസ്ഥാനങ്ങളെ ഫനാറ്റിക് ടെററിസം അഥവാ അന്ധവിശ്വാസ ഭീകരത എന്ന് വിളിക്കുകയുണ്ടായി. പിന്നീട് 1979 ഇറാൻ വിപ്ലവത്തിന് ശേഷം പാശ്ചാത്യ മാധ്യമങ്ങൾ ഇസ്ലാമിനെ മിലിറ്റന്റ് റിലീജിയൻ എന്ന് വിളിക്കാൻ തുടങ്ങുകയും ഇതോടനുബന്ധിച്ച് ഇസ്ലാമിക് ഫണ്ടമെന്റലിസം അഥവാ ഇസ്ലാമിക മൗലികവാദം എന്ന പദം അവരിലൂടെ ശക്തമായി പ്രചരിപ്പിക്കപ്പെടാനും തുടങ്ങി. ശേഷം 2001 സെപ്റ്റംബർ 11 നടന്ന അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം, അതിനുശേഷം മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ഡബ്ല്യു ബുഷ്, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ തുടങ്ങിയ യുദ്ധകുതിയന്മാരും ആയുധ വിപണിയുടെ വക്താക്കളും ഇസ്ലാം വിരോധികളിലൂടെ ഇസ്ലാമിക് ടെററിസം എന്ന പദം ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുകയും അന്ന് നിലനിന്നിരുന്ന രാഷ്ട്രീയ സാമൂഹിക സാഹചര്യത്തിന്റെ സഹായത്തോടെ ഈ പ്രചരണത്തിന് വേരോട്ടം ലഭിക്കുകയും ചെയ്തു. അതോടെ ഇസ്ലാം എന്നാൽ ഭീകരത എന്ന തെറ്റായ സമവാക്യം ലോകത്ത് വ്യാപകമായി. അതിലുപരി അന്ന് നിലനിന്നിരുന്ന ചില പാശ്ചാത്യ നേതാക്കൾ വെള്ളവും വളവും നൽകി വളർത്തിയ ISIS പോലുള്ള പ്രസ്ഥാനങ്ങൾ ലോകത്ത് ചെയ്തു കൂട്ടിയ അതിക്രമങ്ങൾ മുസ്ലിം ലോകം തള്ളിക്കളഞ്ഞിട്ടും ഇസ്ലാമിന്റെ പേരിൽ അതും വരവയ്ക്കപ്പെട്ടു. വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം എന്ന അതിസങ്കീർണവും അതിവിദഗ്ധവും ആസൂത്രിതവുമായ ഒരാക്രമണം നടപ്പാക്കത്തക്ക സാങ്കേതിക ശേഷിയോ രഹസ്യാന്വേഷണ വൈഭവമോ അൽ ഖൈദ പോലുള്ള ഒരു സംഘടനയ്ക്കില്ലെന്നും അത് ജൂത ലോബിയുടെ രഹസ്യാസൂത്രണമായിരുന്നു എന്നും തെളിവുകൾ നിരത്തി പല അന്വേഷണ ഏജൻസികൾ റിപ്പോർട്ടുകൾ നിരത്തിയിട്ടും ഇസ്ലാം വിരുദ്ധതയുടെ മഞ്ഞളിപ്പ് ബാധിച്ച പാശ്ചാത്യ അച്ചുതണ്ടുകൾക്ക് അത് സ്വീകാര്യമായിരുന്നില്ല. തങ്ങൾ മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന അജണ്ടകൾ നടപ്പിലാക്കുവാനും സ്വരുകൂട്ടിയിരുന്ന ആയുധങ്ങൾ ചിലവഴിക്കുവാനും വളർന്നു വന്നുകൊണ്ടിരുന്ന ഇസ്ലാമിക മുന്നേറ്റത്തിന് തടയിടുവാനും അവർ കച്ചകെട്ടിയിറങ്ങി. സാധുക്കളായ 2 ലക്ഷത്തിലധികം മുസ്ലിമീങ്ങളെ മാരകായുധങ്ങൾ കൊണ്ട് കൊന്നു തള്ളി. ഇസ്ലാമിക പൈതൃകങ്ങളെയും മുസ്ലിം സംസ്കൃതിയുടെ ചിഹ്നങ്ങളെയും തച്ചുടച്ചവർ സംഹാര താണ്ഡവമാടിയത് ഇസ്ലാം ഭീകരത എന്ന കള്ളവാദം ഉയർത്തിയായിരുന്നു. സ്പിരിച്വൽ ഇസ്ലാം കുഴപ്പമില്ലെന്നും പൊളിറ്റിക്കൽ ഇസ്ലാം ലോകത്തിന് അപകടം നിറഞ്ഞതുമാണെന്നും വിളിച്ചു പോകുന്ന മാധ്യമങ്ങളെ ഇന്ന് നമുക്ക് കാണാം. അഥവാ മുസ്ലിമീങ്ങൾ ശണ്ഡീകരിക്കപ്പെട്ടവരും ശേഷിയില്ലാത്തവരും സ്വാധീനമില്ലാത്തവരും കഴിവുകെട്ടവരുമായി ലോകത്ത് ജീവിക്കട്ടെ. ആയുധങ്ങൾ കൈവശം വയ്ക്കാൻ ഒരു കുഞ്ഞും തല ഉയർത്തേണ്ടതില്ല എന്ന ധാർഷ്ട്യമാണ് ഇതിന് പിന്നിൽ. ഇസ്ലാമിൽ യുദ്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഉത്തരം. ഏത് മതത്തിലും ദർശനത്തിലുമാണ് യുദ്ധമില്ലാത്തതെന്ന് എനിക്ക് പറഞ്ഞു തരൂ. ഇസ്ലാമിക യുദ്ധങ്ങൾക്ക് ലക്ഷ്യമുണ്ട്, മാർഗമുണ്ട്, ധർമ്മമുണ്ട്, ന്യായവും നീതിയുമുണ്ട്. അത് പാലിക്കാൻ ഓരോ മുസ്ലിം യോദ്ധാവും ബാധ്യസ്ഥനുമാണ്. ധർമ്മ സംസ്ഥാപനത്തിനായി എതിർപക്ഷത്തോടെ ഏറ്റുമുട്ടേണ്ട സാഹചര്യങ്ങൾ പോലും ലാ തഖ്തുലൂ ശൈഖൻ ഫാനിയൻ വലാ തിഫ്ലൻ സഗീറൻ വലാ ഇംറഅതൻ എന്നും വലാ തഖുല്ലു വലാ തഖ്ദിറു വലാ തുമസിലു എന്നുമൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. മക്കം ഫത്തയിൽ തന്നെയും അനുയായികളെ അങ്ങേയറ്റം പീഡിപ്പിച്ച ജനതയ്ക്ക് പൊതുമാപ്പ് പ്രഖ്യാപിച്ച പ്രവാചകൻ നയതന്ത്ര മേഖലകളിലും ഇതര സമൂഹങ്ങളോടുള്ള തന്റെ നിലപാടിലും കാരുണ്യവും മാനുഷിക പരിഗണനകളുമാണ് നൽകിയിരുന്നത്. ആ പ്രവാചകനും അവിടുത്തെ അനുയായികളും ലോകത്തിന് കരുണയുടെ മഹത്തായ പാഠങ്ങൾ നൽകി. ഭീകരത എന്തെന്ന് ഇതുവരെ നിർവചിച്ചു കഴിഞ്ഞിട്ടില്ലാത്ത ലോകത്ത്
ഇസ്ലാമിക സമൂഹം ന്യായമായ അവകാശങ്ങളെയും പിറന്നു വീണ മണ്ണിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടത്തുന്ന പോരാട്ടങ്ങൾ ഭീകരതയായും തൊലി വെളുത്തവൻ അണുബോംബ് വർഷിക്കുന്നത് പോലും സമാധാന ശ്രമമായും വിലയിരുത്തുന്ന വിരോധാഭാസമാണ് നമുക്കിന്ന് കാണാൻ കഴിയുന്നത്. തീർത്തും യുദ്ധ സാഹചര്യങ്ങളുമായി മാത്രം ബന്ധപ്പെട്ട ഖാതിലുൽ മുശ്രിക്കീന കാഫതൻ കമാ യുഖാതിലൂനകും കാഫ വഖതുലുൽ മുശ്രിക്കീന ഹൈതു വജത്തുമൂഹും പോലുള്ള ഖുർആനിക വാചകങ്ങളെ സന്ദർഭങ്ങളിൽ നിന്നും അടർത്തി മാറ്റി ഇസ്ലാമിനെ ഭീകരതയുടെയും കിരാത നീക്കങ്ങളുടെയും മതമായി ചിത്രീകരിക്കാൻ ഇന്ന് രംഗത്ത് വന്നിട്ടുള്ള എത്തിസ്റ്റുകൾ എന്ന ഓമനൽ പേരിൽ വിളിക്കപ്പെടുന്ന നിരീശ്വര നിർമ്മാണവാദികളും ഇന്ന് രംഗം കൈയടക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒന്ന് മാത്രമേ പറയാനുള്ളൂ, സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും സംസ്ഥാപനം ലക്ഷ്യം വെക്കുന്ന വിശുദ്ധ ഇസ്ലാമിന്റെ കൊടിയെന്നും ഉയർന്നു പറന്നുകൊണ്ടിരിക്കും. അസത്യങ്ങൾ തകർന്നു വീഴും. ഇസ്ലാം വിരോധികൾ പോലും ഈ പ്രകാശത്തെ പുലുകുന്ന ഒരു കാലം സംജാതമാകും. യുരീദൂന അൻ യുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുതിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിഷയത്തിൻ്റെ നറുക്ക് സ്വീകരിക്കാൻ